വെടിയോ? തോക്കൊണ്ട് അവൻ വെടി വയ്ക്കാൻ പോന്നു. നീ എന്തെങ്കിലും എടുത്ത് മടക്കാം. എന്നെ രക്ഷിക്കണ്ട, ഞാൻ പോ. തൊപ്പി തെറിച്ചാണ്. ഇങ്ങനെ പോയ തൊപ്പി തെറിക്കും. പിന്നാലുണ്ട്. അയ്യോ എല്ലാരും നോക്കണം. അയ്യോ എന്തെങ്കിലും ഒരു മറ വാങ്ങിച്ചിട്ടാ. എക്സ്ക്യൂസ് മീ സിസ്റ്റർ. ഉണ്ടിടല്ലേ? ഇതെന്താ മലഞ്ചരക്കോ? എത്തിയോ? ഓ ദൈവാധീനം. പരിസരത്തൊന്നും ആരുമില്ല. മണികണ്ഠ, അർപ്പൂക്കരയുടെ തറവാടത്ത് ഇറങ്ങിക്കോ. ആ വേട്ടക്കാരന് നല്ല ഉണ്ണുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അറിയോ? ഈ സുവാസും രക്ഷപ്പെട്ടല്ലോ. അതാണ് എന്റെ പേടി. ഈ പട്ടാ പകല് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഇതിനകത്ത് കയറും. നിനക്കിപ്പോ വെറും കരടിയുടെ ബുദ്ധിയാ. എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. വാ വാ വാ. നോക്ക്, നീ ആ സ്ട്രക്ചർ കണ്ടോ? ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. ഇതിന്റെ മേളിലോട്ട് കയറിക്കോ. അല്ലേ വേണ്ട, ഇറങ്ങടാ, ഇറങ്ങ. വല്ലവരും കാണും. ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് കയറ, അടിയിലോട്ട് കയറ. തുണിയ വേഗം വേഗം വേഗം. ഒരു കരടിയും ജീവിതത്തിൽ ഇത്രയും ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഇറക്കിയിട്ട് താഴെ. ഇതുകൊണ്ട് അങ്ങോട്ടാ? ഓർത്തോ കരടി എസ്കേപ്പിംഗ്. ഓർത്തോ സെക്ഷൻ മോളിലാ. താങ്ക് യു. അയ്യോ എന്റെ തല. കേട്ടോ? സൈലൻസ്. വേഗാവട്ടെ, എനിക്ക് ശ്വാസം മുട്ടണ്. ഓ എനിക്ക് തൊള്ളവർക്കാൻ അടങ്ങി കിടക്കാൻ. ഇങ്ങോട്ട് തിരിക്ക്. അങ്ങോട്ടാ പോയത്. സ്പീഡിൽ വിടറോ. എവിടെ വണ്ടി? കിടക്കുന്ന വണ്ടി. ഒരു ബാലൻസും ഇല്ലാതെ ആണോടോ വണ്ടി ഓടിക്കുന്നത്. ആശുപത്രിയോ? കരടി ഡോക്ടറെ കാണാൻ വന്ന. അതിനിത് മൃഗാശുപത്രി അല്ലല്ലോ. എന്നാലും ഡോക്ടറെ കാണുമല്ലോ. ഇനി അബദ്ധത്തിന് വല്ല വെടി വന്നിട്ട് കൊണ്ടോ? ഏയ്, എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അല്ല, വെടി കൊള്ളാൻ സാധ്യത ഉണ്ടെന്ന് പറയാം. എന്തായാലും ആശുപത്രിക്കകത്തൊന്ന് കയറി തിരക്കാം. ശരിയാ, കരടിയെ കിട്ടിയില്ലെങ്കിലും 10 പെങ്കൊച്ചുങ്ങളെ കാണാമല്ലോ. ആളെ കാണും പോലെയല്ല, നല്ല റൊമാൻറ്റിക്കാ. വരൂ. ഏറ്റവും കയറിയപ്പോഴാ കരടിയുടെ ഭാരം അറിയുന്ന. ഞാനിനി എത്ര കാലം ജീവിക്കും ഡോക്ടർ? അതൊക്കെ നിശ്ചയിക്കേണ്ടത് ഈശ്വരനല്ലേ. അയ്യോ, അതിനർത്ഥം ഞാൻ തട്ടിപ്പോകുന്ന? നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇന്ന് തന്നെ വീട്ടിൽ പോ. ബില്ല് ഉടനെ കൊണ്ടുവരാം. പെട്ടെന്ന് വരില്ലേ? ആ വരാന്നേ. മണികണ്ഠ, മുറിയെത്തി വേഗം ഇറങ്ങ. ഏട്ടാ, പുറത്താരെങ്കിലും ഉണ്ടോ നോക്ക്. അതില്ലാത്തോണ്ടല്ലേടാ വിളിച്ചത്. ഇല്ല ഇല്ല ഇല്ല. ശ്രദ്ധിക്കണേ. ഉടനെ വരില്ലേ? വരാന്നേ. ആരോ വരാൻ കേറിക്കോ. അടിയിലോട്ട് എക്സ്ക്യൂസ് മീ, ഐ ആം കിട്ടുണ്ണി, പാറുണ്ണിയുടെ അനുജന. ഒരു കരടിയെ ഇവിടെ ചികിത്സിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടോ സിസ്റ്ററെ? ഇത് മെന്റൽ ഹോസ്പിറ്റൽ അല്ല, താൻ പോടോ. ഈ ഏരിയയിലെ പെമ്പിള്ളാർക്ക് ആണുങ്ങളോട് തീരെ റെസ്പെക്ട് ഇല്ലേ?
അതെ, ഞാൻ സിസ്റ്റർ എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നെ ഒരു ബ്രദറായിട്ട് കാണാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ആ താടി വെച്ച ജന്തുവിനെ പിടിച്ച കരടി എവിടെ നമുക്ക് കണ്ടുപിടിക്കാം. സ്റ്റേഷനിൽ ഇവിടുന്ന് മുങ്ങുന്നതാണ് ബുദ്ധി. അവനെന്താ നമ്മളെ പോയത്? എന്നാ ഇവനെ വിടാം, അവനെ പിടിക്കാം. ഇതെന്താ എന്റെ കൂടെ പോയത്? ഇതൊന്ന് പിടിക്കേ. അയ്യോ അയ്യോ, ആരെങ്കിലും പട്ട പോലെ. അയ്യോ സുന്ദരേട്ടാ, അയ്യോ നാളെ വിളിക്കണം. ഹലോ, ഇത് ഞാനാ, മണിയേട്ടൻ. ഏ എവിടുന്നാ? അതൊക്കെ പിന്നെ പറയും, ഇപ്പൊ സമയമില്ല. ഇന്ന് രാത്രി ഞാൻ അവിടെ വരും, കാത്തിരിക്കണം. ഏത് സമയം വലിയൊരു ആക്രമണം ഇവിടെ ഉണ്ടാകും. ഇങ്ങോട്ട് മാറി. മാറിയിരിക്കാൻ. ആ പെട്ടി ഓട്ടോറിക്ഷക്കാരനെ കരടി നിന്ന് തിന്നും, ഉറപ്പാ. എന്താ നിങ്ങൾ ആകെ ഒരു ടെൻഷൻ? നാട് മൊത്തം ഇപ്പൊ അതിന്റെ പിന്നാലെ അല്ലേ? ഇന്നത് പട്ടാപ്പകൽ ആശുപത്രിയിലും കയറിയെന്നു. ഏതിന്റെ കാര്യം ഞങ്ങൾ ഈ പറയുന്നത്? ഇപ്പൊ അതെല്ലാവർക്കും ഒരു തമാശയാണല്ലോ. ഇനി അതെന്നെ കൊണ്ട് തന്നെ പറയിച്ച് അടവെങ്കിൽ പറയാം. കരടിയുടെ കാര്യം തന്നെയാ. ദേ തന്തയായി പോയി, അല്ലെങ്കിൽ ഞാൻ ഇതിനെ അപ്പുറത്തേക്കൊന്ന് കെട്ടിയെടുക്കാൻ ഇവിടെ ആരുമില്ലേ? ആ വേട്ടക്കാരനെ കൊണ്ടുവന്നിട്ട് വല്ല പ്രയോജനം? അയാള് മനുഷ്യനെ കൊല്ലില്ലല്ലോ, അല്ലെങ്കിൽ നോക്കായിരുന്നു ഇതിനെ കൂടെ അങ്ങ് തട്ടിക്കളയാൻ. ഞാൻ കരടിയുടെ കാര്യം ഉദ്ദേശിച്ചത്. അവൻ നിന്നെയാ ഉദ്ദേശിച്ചതെന്ന്. ആ ഒന്ന് പോയി തരാമോ? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഇപ്പൊ വന്നത്. കരടിയെ പിടിച്ച് കൂട്ടിലടയ്ക്കാത്തടത്തോളം കാലം മണിയണ്ടൻ ഇവിടെ പൊങ്ങില്ല. അഥവാ വന്നാൽ നാട്ടിൽ ഇത്രയും അക്രമം ഉണ്ടാക്കിയ കരടിയെ തുറന്നുവിട്ട കുറ്റത്തിന് അങ്കിൾ അവന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുക്കാം, പിടിച്ചകത്തിടാം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? തൽക്കാലം കരടിയെ വെടിവെക്കണ്ടെന്ന് വേട്ടക്കാരനോട് പറയുക. കരടി നാട്ടിൽ 1-2 പേരെ തട്ടട്ടെ, അപ്പോഴേക്കും പ്രശ്നം രൂക്ഷമാവും. ഏത് കാലം മറന്നുപോയി. അയ്യോ ഉമ്മ. നീ ഇതെങ്ങോട്ടാ? മുത്തശ്ശ, മണിച്ചേട്ടൻ വന്നിട്ടുണ്ട്. മണിയുണ്ട് എവിടെ? സിഗ്നൽ കിട്ടി. സിഗ്നലോ? ആ അഞ്ജു, എന്താ മോളെ? എന്താ എന്ത് വെച്ച് പോളെ? കരടിയോ? എവിടെ? എവിടാടാ കരടി? ഞാനൊന്ന് കാണട്ടെ. മോനെ, വെടിവെക്കാൻ ഓർഡറിട്ട് എന്നോട് പ്രതികാരം വിട്ടാൻ കരടി വന്നിട്ടുണ്ടാ. രക്ഷിക്കടാ മോനെ. അതിന് ഞാനിപ്പോ എന്ത് ചെയ്യാം? അതിനെ ഒന്ന് ഓടിച്ചിട്ട് വാ. അപ്പൊ ഞാൻ ഓടിക്കാൻ വരുന്നു. പക്ഷെ ഇന്ന് ഇത്തിരി ധൃതിയുള്ള ദിവസം. ദുബായിൽ നിന്ന് ഷേക്സിന്റെ കോൾസ് വരും. നീയോ കാണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പോയി നോക്കടാ. ഓടിച്ചിട്ട് വാടാ മോനെ. ഞാൻ നോക്കായിരുന്നു. ബുദ്ധിയേക്കാൾ ശക്തിയേക്കാൾ വലുതല്ലേ ബുദ്ധി. അങ്ങോട്ട് ചെല്ല്. ഇതൊരു മാരണമായല്ലോ.
അഭിമാനത്തിന്റെ പ്രശ്നവും ആയിപ്പോയി. കരടി കാട്ടി പോയി കാണണേ ഈശ്വരാ ദൈവമേ. പോയി പോയി. ഇനി ഒരു നിമിഷം ആ കരടെ ജീവനോടെ വച്ചേക്കരുത്. ഉടനെ തട്ടിക്കളണം. ഇന്നലെ രാത്രി ഞാൻ ഈ ഏരിയയിൽ ഇല്ലാതായി പോയി. ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റ വെടിക്ക് ഞാൻ ഇവിടുത്തെ ജനലിന്റെ ചില്ലൊക്കെ തകർത്തിട്ടേനെ. അതെ, ഇങ്ങനെ ഒരു അസിസ്റ്റന്റിന്റെ ആവശ്യം എനിക്കില്ല. ഇവനെ ഇപ്പൊ തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടേക്കണം. ഇല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും പറഞ്ഞേക്കാം. എടോ ഉജ്ജ്വല, നീ വേട്ടക്കാരന്റെ പ്രവൃത്തികൾ ഇടപെടരുത്, കളിയാക്കുകയും വരുത്. ഇനിയിപ്പോ ഞാൻ എന്ത് സൗകര്യമാണോ ചെയ്തു തരേണ്ടത്? പറയാം. ഇനി ഇവിടെ കരടിയുടെ ആക്രമണം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്നെ കൂടി ഈ വീട്ടിൽ താമസിപ്പിക്കണം. ഇവിടെ പ്രായപൂർത്തിയായ ഒരു മകളുണ്ട്. അതെനിക്കൊരു ബുദ്ധിമുട്ടല്ല. എങ്കിലേ ഞാൻ വൈഫിനോട് ഡിസ്കസ് ചെയ്തിട്ട് വരാം. ഓഹോ, വൈഫും ഉണ്ടല്ലേ? ഓ. ഡിസ്കസ് ചെയ്യൂ. ഇങ്ങ് വന്നേ. വാ. അതെ, സാധാരണ ഈ വേട്ടക്കാര് നാട്ടിലോട്ട് ഇറങ്ങിയാൽ അവരെ ഒന്ന് കാണാനും സംസാരിക്കാനും പിന്നെ ഇത്തിരി ടച്ച് ചെയ്യാനും ഒക്കെ പെമ്പിള്ളാർക്ക് വലിയ ഉത്സാഹം. പക്ഷെ ഇവിടത്തെ ആ ചരക്കിന് ഞാൻ പുറത്ത് കണ്ടതേയില്ല. സാധനം എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാനിവിടെ താമസിച്ച അവള് വളയോ? വളച്ചോക്കെ ചിലപ്പോ വളയും. പക്ഷെ അതിനു മുമ്പ് നിന്റെ നാട്ടിൽ ഞാൻ ചവിട്ടി വളയ്ക്കും. എടാ, കരടിയെ വെടിവെക്കാൻ വന്ന അതങ്ങ് ചെയ്താൽ മതി. അല്ലാതെ ഈ വീട്ടിൽ താമസിച്ച് മറ്റു വല്ല ഉദ്ദേശമാണ് മനസ്സിലെങ്കിലേ വെടിവെക്കാൻ ഈ കൈ ഉണ്ടാവില്ല. വെട്ടി അരിഞ്ഞളയും ഞാൻ. വരട്ടരുത്. ഒരുപാട് ക്രൂരമൃഗങ്ങളെ വേട്ടയാടിയിട്ടുള്ളവനാ ഞാൻ. പക്ഷെ ആ വെടിവെപ്പ് നടക്കില്ലടാ. എന്റെ വൈഫ് സമ്മതിച്ചു. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. അതെന്താ? എനിക്കിവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങോട്ട് മാറണോ? ഞാനിവിടെ താമസിച്ചാൽ മൊത്തത്തിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതെ, ഈ ശരീരത്തിന്റെ സ്പെയർ പാർട്സ് കിട്ടാനേ വളരെ ബുദ്ധിമുട്ടാ. സാർ 3-4 ദിവസമായിട്ട് മുഴുവൻ പട്ടിണിയിലല്ല. എന്തെങ്കിലും കഴിക്കാൻ തരണേ. അല്ലെ ഞങ്ങളുടെ യൂണിയനിലേക്ക് ഒരു 500 റുപ്പീസ് ഉദാരമായി സംഭാവന ചെയ്യണം. ഏത് യൂണിയൻ? ആൾ കേരള പിച്ചാസ് യൂണിയൻ. അപ്പുറത്തെങ്ങാണ് പോയി തന്നെടാ തണ്ടി. പോ. ഭക്ഷണം കഴിച്ചിട്ട് നാളെ കൂടി ചേർത്ത് 3 ദിവസമായി. സാറ് പറഞ്ഞു ഇവിടെ ഒന്ന് ചോദിച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്ന്. മോളെ അഞ്ചു, കുറച്ച് ചോറെടുത്ത് പുറത്തേക്ക് കൊടുക്ക. ചിക്കൻ ഉണ്ടല്ലേ? അങ്ങോട്ട് മാറിക്കടോ. അഞ്ചു അല്ലേ? അതെ. ഫാഷൻ പരേഡിന് പോവാണോ? താൻ കഴിച്ചു പോടാ. ഞാൻ പിച്ചക്കാരനല്ല, സുവാസുവാണ്, മണികണ്ഠന്റെ കൂട്ടുകാരൻ. ദേ, ഞാൻ മോളെ ഒന്ന് കാണാൻ വന്ന. മണികണ്ഠൻ ഇന്നലെ വന്നപ്പോ മോള് പേടിച്ചോടിയെന്ന് അവൻ പറഞ്ഞു. ഇന്നലെ വന്ന കരടിയില്ലേ? മണിയേട്ടനല്ലല്ലോ. ഏയ്, എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. അത് മോളുടെ മണിയേട്ടനാണ്, ഇപ്പൊ മണിക്കരടി. നീ യഥാർത്ഥ കരടിയെ കണ്ടിട്ടുണ്ടോ? കാഴ്ച ബംഗ്ലാവിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ മേക്കപ്പ് ഒറിജിനലാന്ന് എനിക്ക് തോന്നുന്നില്ല. സൂക്ഷിച്ചു നോക്കിയാൽ കണ്ടുപിടിക്കാന്നേ ഉള്ളൂ. അത് ഞാനാണ് ഇതിനുള്ളിൽ നിന്ന് നിനക്ക് അറിയാവുന്നോണ്ട് തോന്നണതാ. ശരിക്കും കരടി ഇങ്ങനെ തന്നെയാ. ഇനി ഇത് അഴിച്ചെടുക്കുന്ന എങ്ങനെയാ? എന്തിനാ അരിക്കണ്? ഞാൻ ഇനി അരിക്കണില്ല. ഇതേ കോലത്തിൽ തന്നെ നിന്നെ കെട്ടും. എന്നിട്ട് നമുക്കുണ്ടാവും 3-4 കരടി കുട്ടികൾ. അയ്യേ, എന്തേ? എനിക്ക് വേണ്ട. ദേ ചേട്ടാ, ഇത് ഉടനെ അഴിച്ചില്ലെങ്കിലേ നാട്ടിൽ നടക്കുന്ന സകല അനിഷ്ട സംഭവങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും. അയ്യോ, ഒരു മണ്ടത്തരത്തിന് ചെയ്തു പോയ ബുദ്ധിയാ. ഇനി ഇത് അഴിക്കാനേ ഒരാള് വിചാരിച്ചാലേ നടക്കൂ. നമ്മുടെ മേക്കപ്പ് മാൻ സുന്ദരൻ. അയാൾക്കാണെങ്കിൽ ആശുപത്രി ഇറങ്ങാൻ നേരമില്ല. അഥവാ അയാൾ എന്നെ കണ്ടാലോ അപ്പൊ ബോധം കെട്ട് വീഴും. ജീവിതം കട്ടപ്പൊയ്യാവുന്നതിന് മുമ്പ് ഇത് അഴിക്കാനുള്ള റിമൂവർ തട്ടിയെടുക്കണം. ആ സുന്ദരൻ അറുപ്പുകാരുടെ വീട് ഞാനൊന്ന് റൈഡ് എടുത്ത് നോക്കട്ടെ. അയ്യേ, പശുവിന് ചാണിടാൻ കണ്ട സ്ഥലം അല്ല വൃത്തികേടാക്കി. ആരെങ്കിലും ഉണ്ടോ? എവിടെ കൊണ്ടുവച്ചേക്കണ അയാളത്? ആ, ഇതാണോ? ഈ പാട്ടല്ല. ഇതെന്ത്? മാക്ടോള്. ആശുപത്രിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് എന്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ മനസ്സിനെന്തോ ഒരു കുളിർമ. സാറെ സൂക്ഷിക്കണം, ആ കരടി ഇനിയും പിടിച്ചിട്ടില്ല. ആ കരടിയെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ഞാനിനി വീട് വിട്ട് പുറത്തിറങ്ങണ പ്രശ്നമില്ല.